മേഡം മേഡം നല്ലതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മേഡം നല്ലതല്ല, വളരെ നല്ലത്, വളരെ നല്ലതാണ്. കാലക്കി. താങ്ക് യു ബണ്ണി. എന്തോന്നാ ഇത്? ഈ പാലില് വെറും വെള്ളത്തിന്റെ അംശമല്ലേ ഉള്ളൂ, വെറും വെള്ളം. ഇതിൽ പാലിന്റെ ഒരു അംശമില്ല. പാലിന്റെ അംശമില്ലെന്നോ? നീ എന്തായി പറയുന്ന പണി? ഇങ്ങോട്ട് തന്നെ, ഞാനൊന്ന് കുടിച്ചു നോക്കിട്ട് പറയാം. ഒന്നങ്ങോട്ട് പിടികിട്ടുന്നില്ല, കുറച്ചുകൂടി കുടിച്ചു നോക്കിട്ട് പറയാം. ഹണി, ബണ്ണിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലെടുത്ത് നീ കുടിച്ചാ പിന്നെ ബണ്ണി എന്താ കുടിക്കുക? കുടിച്ചോ കണി, കുടിച്ചോ. ഈ പാല് എനിക്ക് ഒട്ടും തന്നെ ശരിയാകുന്നില്ല. അതെ, ഇന്നത്തെ പാലിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഓ, എന്ത് പറ്റി ബണ്ണി? നിനക്ക് പുതിയ പാൽക്കാരൻ കൊണ്ടുവന്ന പാല് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? പുതിയ പാൽക്കാരനോ? ഞങ്ങളുടെ പഴയ ടേസ്റ്റ് ഉള്ള പാലിന് എന്താ പറ്റിയത്? ദാ നോക്കൂ, പഴയ പാൽ കച്ചവടക്കാരൻ അയാളുടെ കട അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പുതിയ പാൽക്കാരന്റെ ഇന്ന് പാല് വാങ്ങിയത്. ഈ കാണുന്നതാണ് കട. അയ്യോ, ഇതെന്താ? ഇത് വേറൊരു കടയാണല്ലോ. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പാല്, തൈര്, വെണ്ണ, പനീർ, എന്താണ് വേണ്ടത്? പറയൂ 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 പറയൂ, ഞാൻ പാക്ക് ചെയ്ത് തരാം. പറയൂ. അതിന് സംസാരിക്കാൻ സമയം തന്നാലല്ലേ സംസാരിക്കാൻ പറ്റൂ. സംശയമുണ്ടോ? ഇവിടെ മങ്കിലാൽ ഉസ്കൂലാലിന്റെ കടയിലെ ഉണ്ടായിരുന്നത്. ഉസ്കൂലാലല്ല, ഉത്സാഹിലാൽ. അതെ, മങ്കിലാൽ ഉത്സാഹിലാൽ. അപ്പൊ ആ കട എവിടെ പോയി? അത് പിന്നെ ആ കട, അതായത് അത് പിന്നെ അടച്ചുപൂട്ടിയല്ലോ. പിന്നീട് ഇതാ ഇവിടെ മങ്കിലാലിനെക്കാരൻ നല്ല പാൽക്കാരനും വന്നു. അടച്ചുപൂട്ടിയെന്നു? അതെന്താ അടച്ചുപൂട്ടാൻ കാരണം? അയാളുടെ കയ്യിലുള്ള പാല് മുഴുവൻ ചീത്തയായി, അതുകൊണ്ട് അയാളുടെ കട അടച്ചുപൂട്ടി. അല്ല, അതെങ്ങനെയാ പെട്ടെന്ന് പാലൊക്കെ ചീത്തയാവുന്നത്? ഞങ്ങള് വർഷങ്ങളായിട്ട് അയാളുടെ കടയിലെ പാലാ കുടിക്കുന്നേ. അതായത് പിന്നെ അത് എനിക്കറിയില്ല. പക്ഷേ എന്റെ കട അയാളെക്കാളും നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേണ്ട, നിങ്ങളുടെ പാലത്ര പോരാ. ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങളുടെ പാലല്ലെന്നാ, മുഴുവനും വെള്ളമാണ്. നീ പറഞ്ഞത് ശരിയാണ് പണ്ണി. ചേട്ടാ, ചേട്ടൻ അറിയോ ഈ മങ്കിലാൽ ഉത്സാഹിലാൽ ചേട്ടന്റെ വീട്? എടാ പണ്ണി, നിനക്ക് വയറുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാനൊക്കെ അറിയാമോ? എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചതാ പ്ലീസ്. ബണ്ണിയെ പോലെ നീയും ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാ മതി. പിന്നെ നിന്റെ വയറ്റിൽ നിന്ന് വന്നോളും ശബ്ദം. സംശയമുണ്ടോ? ഞാനാണ് താനു, ഇത് ചിന്നു. ഞങ്ങൾ ജോലി അന്വേഷിക്കുകയാണ്. അതെ സർ, ദയവായി ഞങ്ങളുടെ റെസ്യൂം വാങ്ങിക്കൂ സർ. ഉണങ്ങിയ വയ്ക്കൽ 3 കെട്ട്, കിട്ടുന്ന പാൽ 50 ലിറ്റർ, ഉറങ്ങാനുള്ള സമയം 10 മണിക്കൂർ, ഹോബീസ് ഡാൻസും പിന്നെ പാട്ടും. ആദ്യം ജോലി ചെയ്തത് മങ്കിലാൽ ഉത്സാഹിലാലിന്റെ അടുത്താണെന്നോ? കൂട്ടുകാരെ, ധനും ചന്നും നേരത്തെ മങ്കിലാലിന്റെ അടുത്താണ് ജോലി ചെയ്തേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ധനു, ചനു, നിങ്ങൾ ഞങ്ങളെ ആ മങ്കേലാൽ ചേട്ടന്റെ അടുത്തൊന്ന് എത്തിക്കാവോ? ഓ, അദ്ദേഹത്തിന്റെ കട അടച്ചു പൂട്ടിയല്ലോ. എല്ലാവരുടെ കംപ്ലൈന്റും എടുക്കാം. ആ കള്ളപ്പൂച്ച നിങ്ങളുടെ അടുത്ത് എന്താണ് ചെയ്തത്? എന്റെ സാറേ, വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ആ പൂച്ച കുറുകെ ചാടി. അത് കാരണം ഞാൻ യൂട്ടേൺ എടുത്ത് വരേണ്ടി വന്നു. എന്താണ് പറഞ്ഞത്? അത് മാത്രമല്ല, 4 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ആ പൂച്ച വീണ്ടും കുറുകെ ചാടി. പൂച്ച കുറുകെ ചാടിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. നിങ്ങൾ പറയൂ. എന്റെ സാറ്, എന്റെ കാലിന്റെ ഇടയിൽ കൂടി ആ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ. എനിക്കാണെങ്കിൽ മുമ്പോട്ട് പോകാനേ പറ്റുന്നില്ല. എന്നാ പിന്നോട്ട് പോകാൻ നോക്ക്. എന്റെ സാറേ, മുമ്പോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാ എനിക്ക്. ആ പൂച്ച കാരണം ഞാനിപ്പോ ചെളിയിലും വീഴുന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എടോ, നമ്മുടെ കുറുകെ ചാടുന്നത് ആ പൂച്ചയുടെ ഒരു ടെക്നിക്കാണ്. അവനും അവന്റെ പാർട്ണറും കൂടി മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞത് സത്യമാണോ? അതെ, എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചകത്താക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. തുടരാം. ഓ,
എടാ നീയൊക്കെ എവിടെ നോക്കിക്കൊണ്ടാണോ വരുന്നേ? കിട്ടിപ്പോയി. എന്റെ പക്കലുണ്ടൊരു പ്ലാൻ. കാറിനെ പോലും പിടിക്കാൻ പറ്റുന്നില്ല. നീയാണോ പ്ലെയിൻ പിടിക്കാൻ പോകുന്നത്? എടാ കഴുതേ, പ്ലെയിൻ അല്ല പ്ലാൻ എന്നാ പറഞ്ഞത്. പ്ലാൻ ആ, അതായത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങോട്ട് നോക്ക്, കള്ളൻ കള്ളൻ, പിടിക്കവനെ. എടാ അവൻ പൂച്ചയെ വെച്ചാ മോഷ്ടിക്കുന്നേ, അവനെ വേഗം പിടിക്കണം. അതെ, വേഗം വാ. ഇരിക്കടാ അവിടെ. അല്ലെങ്കിൽ എവിടെ വെക്കും? അയ്യോ സോറി, അതിന് കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് കേട്ടോ. അയ്യോ പൂച്ച കുറുകെ ചാടി. ആ കള്ളനെ എങ്ങാനും എന്റെ കൈ കിട്ടിയാ അവനെ ഞാൻ ഇടിക്കുന്ന ഇടിയില് അവന്റെ കാതിൽ ചൂളമടിക്കും. എന്നാൽ എല്ലൊന്നും ഒടിയുകയുമില്ല. സംശയമുണ്ടോ? ഈ കാള വണ്ടി വെച്ച് നമുക്ക് അവനെ പിന്തുടരാം. വേഗം പോയിക്കോ. അയ്യോ പൂച്ച കുറുകെ ചാടി. ഞാൻ ഇവിടെ അല്പസമയം ഒന്ന് ഇരുന്നോട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ 8 പേരുടെ കാശ് തരേണ്ടി വരും. 8 പേരെന്തിനാ? അതെ, നിങ്ങൾക്കുള്ളത് 8 കാലല്ലേ? ആ? സോറി. കാര്യം പറയണേ. അവരെ തടയുന്നത് എനിക്ക് സാധാരണ ഒരു കാര്യമാണ്. പിന്നെ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അതിന് കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഓടുകല്ലേ. നിൽക്ക്. ഇതിനകത്ത് ഇട്ടേക്കാം. Ready, set, go. എന്റെ ബായി, പൊന്നു ബായി, ഗോപാരി വിടുവെന്ന് തോന്നില്ല ബായി. ക്ഷീണിച്ചു, അല്പം വെള്ളം കുടിക്കാം. പോയ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയത് പോലെയുണ്ട്. എടാ, വേഗം ഓട്, അവനെ പിടിക്കാം. ഇന്നത്തെ വിനറാണ്. അല്ല ഇവരൊക്കെ ആരാണ്? അല്ല ഇവരെന്തിനാ പുറത്തോട്ട് പോകുന്നേ? എന്റെ അമ്മ ഓടിച്ചോടിച്ച് എന്റെ കട്ടയെ മൂട് മുടക്കുമെന്നാ തോന്നുന്നത്. എടാ പൂച്ചേ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ആ പൂച്ചയും കള്ളനും ഇവിടെ എവിടെയെങ്കിലും കാണും. അവിടെ ഇവിടെ ഒന്നല്ല നിൽക്കുന്നത്. അമൃത ആ ഷോപ്പിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. മേർ ബായ്, മേർ ബായ്, ദാ അങ്ങോട്ട് നോക്ക് ബായ്. എന്റെ ചക്കരെ വാ, നമുക്ക് പണി തുടങ്ങാം. ആ, എടാ പണ്ടത്തെ പണിയല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ പണി. മോഷണം. ഓഹോ. തുടങ്ങാം, നമുക്ക് നാടകം തുടങ്ങാം. ആ, മോഷ്ടിച്ചല്ലേ നിന്നെ ഞങ്ങൾ കൈയോട് പിടികൂടി. നീ എങ്ങോട്ടാടാ പോകുന്നത്? നീ കാരണം പൂച്ചകൾക്കൊക്കെ മാനക്കേടായിരിക്കും. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. നിന്നെ പോലുള്ളവർക്ക് നല്ല വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അല്ല ഇനിയിപ്പൊ എന്താണ് ചെയ്യുക? ഇവിടെ എങ്ങാനും കയറി ഒളിച്ചിരിക്കാം. ആ, ഇവനെ ചെണ്ടയടി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ, അയ്യോ, അയ്യോ. എന്താ നീ ഇത് കഴിക്കുന്നോ? ആ, കഴിക്കാം കഴിക്കാം, വേഗത്താ കഴിക്കാം. അയ്യോ, പിടിച്ചവനെ.
സോറി സോറി. അത് അവൻ അവിടെയുണ്ട്. എന്നെ കൊണ്ട് ഈസി ആയിട്ട് സ്മെൽ ചെയ്യാൻ കഴിയും. ഐഡിയ. ചേട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നേ? വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ കർഷകർക്ക് പണമില്ല. ഇങ്ങനെ പോയാൽ ആ മൂഷികനെ പിടിക്കാനും കഴിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ കുട്ടാ. അയ്യോ ഇല്ല, കുട്ട കൊണ്ടൊന്നും മൂഷിക്കിനെ പിടിക്കാൻ പറ്റില്ല. എടാ, ഞാൻ എലിക്കൂട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നീ കാരണം ഞാൻ പറയാൻ വന്നത് മറന്നുപോയി. ഇതിനും മാത്രം കുഴികളോ? നമ്മൾ ഇത്ര പെട്ടെന്ന് ചന്ദ്രനിലെത്തിയോ? സാർ, താങ്കൾ ഈ കുഴിയിൽ എങ്ങനെയാണ് വീണത്? ഇങ്ങനെയാ വീണത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരിക്കലും ഇവരെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം. ഐഡിയ. എലിക്കുട്ട, നീ മണ്ണിനടിയിൽ കൂടെ അവനെ ഒന്ന് ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ ഫോളോ ചെയ്യാം. താഴെ വെച്ച് നീ അവനെ പിടിക്കണം. മുകളിൽ വന്നാൽ ഉടൻ ഞങ്ങൾ പിടിച്ചോളാം. ഓക്കേ. ഇത്രയും ദിവസം കഴിഞ്ഞ് ഷോപ്പിങ്ങിന് വന്നതില് വല്ലാത്ത സന്തോഷമുണ്ട്. സോറി. ഇതാരാ? എന്റെ പൊന്നി ചേച്ചി, ലിഫ്റ്റ് വേണമെങ്കിൽ ചോദിച്ചപ്പോഴായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്താണോ ഇങ്ങനെ കേറിയിരിക്കുന്നത്? ഞാനേ ചേച്ചിയൊന്നുമല്ല, ബണ്ണിയാ ബണ്ണി. പൂച്ച കുറുകെ ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ മുന്നോട്ട് പോകില്ല. മുന്നോട്ട് പോയാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ സംഭവിക്കില്ല. ഞങ്ങളും പൂച്ചകളാ. ഞങ്ങൾ പറയുന്ന കേൾക്ക്. ഞാൻ വണ്ടി ഇരിക്കാൻ പോവാ. അയ്യോ, ആ പൂച്ചയ്ക്ക് പരിക്ക് പറ്റുന്ന തോന്നുന്നത്. വാ, പോയി നോക്കാം. പോപ്പട്ടെ പോപ്പട്ടെ, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് എവിടെന്നാ ഇപ്പൊ കിട്ടുക? പ്രശ്നം നീ തന്നെയാടാ മാര കഴുതേ. അതിന് നീ എന്തിനെ ചൂടാവുന്നേ? എടാ പോപ്പട്ടെ, കറണ്ട് പോയെന്ന് തോന്നുന്നേ. ഹണി ഭയങ്കര ഫണിയാണല്ലോ. ആഹാ, കൊള്ളാലോ. ദേ ലൈറ്റ് വീണ്ടും വന്നു. ഈ പാത്രത്തിന് ഭയങ്കര പുളിപ്പ് രുചിയാണല്ലോ. അല്ല, ഈ പാത്രത്തിൽ നിന്ന് നാരങ്ങയുടെ മണമാണല്ലോ വരുന്നേ. അത് ചിലപ്പോ നാരങ്ങയുടെ മണമുള്ള സോപ്പ് കൊണ്ടായിരിക്കും തേച്ച് എഴുതുന്നത്. സംശയമുണ്ടോ? അല്ലല്ലോ, ഉത്സാഹ ചേട്ടൻ ഇതുവരെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടേ ഇല്ല. കാരണം നാരങ്ങ ചേർത്താൽ പാല് ചീത്തയായി പോവും. എന്ത്? ബണ്ണി, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അർത്ഥം. പിടിക്ക്, വേഗം പിടിക്ക്, കള്ളനെ പിടിക്ക്. ഞാൻ പിടിച്ചു. എടാ കഴുതേ, എന്നെയല്ല, ആ കള്ളനെ പോയി പിടിക്ക്.
ചന്നു ചന്നു അറ്റാക്ക്. അയ്യോ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഇന്ന് ഇവിടെ ഒരു തകർപ്പൻ ക്രിക്കറ്റ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. ബാറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പോപ്പട്ടാണ്. കൂടാതെ എല്ലാ ഫീൽഡേഴ്സും അവരവരുടെ സ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ട്. അനിത ബോൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. കൂടാതെ റണ്ണപ്പ് തുടങ്ങിയിരിക്കുന്നു. വരുന്ന ബോൾ സിക്സ് അടിക്കാൻ പോപ്പട്ട് റെഡി ആയി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോൾ വായുവിൽ തന്നെയാണ്. മാത്രമല്ല ബോൾ വന്ന നേരെ സ്റ്റമ്പിൽ തട്ടി പോപ്പട്ടിന് ഔട്ട്. എല്ലാവരും അന്താഴ്ച നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ല ഹണി, നീ ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? എനിക്കറിയില്ല. അയ്യോ എന്താ ഇത്? കന്നാ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ പിള്ളേരെ, ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. എന്റെ അമ്മോ എന്തൊരു ഇരുട്ട്. ഞാനിപ്പോ എവിടെയാണ്? സാർ എവിടെ പോയി? പെണ്ണി നിനക്ക് കോളടിച്ചല്ലോ. ദേ നിന്റെ പൊക്കം കൂടി. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നേ? ഇപ്പോൾ കിട്ടിയ ഞെട്ടിത്തെറിപ്പിക്കുന്ന ചൂടുള്ള വാർത്ത. നഗരത്തിൽ പലയിടത്തും കുഴികൾ കാണപ്പെടുന്നു. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിക്ക് പിമ്പിൾസ് വന്ന പോലെയാണ് തോന്നുന്നത്. ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്നത് മൂഷിക് മഹേന്ദ്രകുമാറാണ്. അത് എലിക്കുട്ടാ, നീ എന്തിനാ ഇവിടെ മൊത്തം ഇങ്ങനെ കുഴിച്ചിടുന്നത്? ആരെങ്കിലും കുഴി മണ്ണിട്ട് മൂടുന്നുണ്ട് നോക്കാൻ വന്നതാ ഞാൻ. ആ മൂഷിക്ക് ഒരുപാട് കുഴികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കുഴികൾ അവൻ മണ്ണിട്ട് മൂടുന്നുമുണ്ട്. വാ ഫോട്ടോ എടുക്കാം, വേഗം വാ. എന്നോട് മര്യാദക്ക് നിൽക്കാനോ പറഞ്ഞോ? നിൽക്കണവിടെ. എങ്ങോട്ടാ ഓടുന്ന നിൽക്കാൻ? നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ദാ പിടിച്ചോ. അയ്യോ. കിട്ടിയല്ലോ മറുപടി. അതെ അനിയ, നിന്റെ ഈ ടാങ്കർ നീ തിരിച്ചു കൊണ്ടുപോയിക്കോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കുഞ്ഞമ്മയുടെ മകൻ ഇന്നലെ പാലിന് പകരം തൈരാണ് കുടിച്ചത്. ഇതാരാണാവോ ഈ നഗരം മുഴുവൻ ഇത്രയും കുഴി കുഴിച്ചത്? ആഹാ, അവനെ കിട്ടിപ്പോയി. വേറെ എവിടെയെങ്കിലും നോക്കാം. ദാ കണ്ടില്ലേ, അവസാനം എന്റെ കയ്യിൽ തന്നെ അവനെ കിട്ടി. എന്നോട് കോമ്പറ്റീഷനോ? എടേ എലിക്കുട്ട, നീ എങ്ങോട്ടേ നുഴഞ്ഞു പോകുന്നേ? അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ കുടുങ്ങും.
ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കും.